വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകുന്നവരെ കുമ്മനടിക്കുക എന്ന പുതിയ പദപ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് കുറച്ച് നാളായി. ഡൽഹി മെട്രോ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ കുമ്മനം രാജശേഖരൻ വലിഞ്ഞു കയറി വന്നു എന്നുള്ളതായിരുന്നു അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ട്രോളെങ്കിൽ ഇപ്പോഴിതാ രാജീവ് അടിക്കുക എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ അദ്ദേഹം വേദിയിലേക്ക് പരിപാടി തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പേ ഇരിപ്പിടം ഉറപ്പിച്ച് അവിടെ കാണികളെ അഭിസംബോധന ചെയ്ത് BJPയുടെ മുദ്രാവാക്യമൊക്കെ ഉന്നയിച്ച് ഇങ്ങനെ താളത്തിൽ ഇരിക്കുമ്പോൾ മന്ത്രിയായ മുഹമ്മദ് റിയാസ് പറയുകയാണ് താനും അതുപോലെ മറ്റു മന്ത്രിമാരും വേദിയിലല്ല, ഇങ്ങ് കാണികളുടെ കൂട്ടത്തിലാണ്. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കാണിക്കുന്ന തറ രാഷ്ട്രീയം കണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് വലിയ രീതിയിൽ ട്രോളാൻ ശ്രമിച്ചത്. എന്നാൽ പിണറായിയും മരുമകനും അതോടൊപ്പം തന്നെ പിണറായി കുടുംബസമേതം വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗം ഉൾപ്പെടെ കമ്മീഷൻ യോഗം ഉൾപ്പെടെ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വലിഞ്ഞു കയറിയല്ലേ വന്നത് എന്ന മറുചോദ്യം കൂടി വരികയാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ചടങ്ങിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. UDFിൻ്റെ കോഴിക്കോടുള്ള പരിപാടിയിലേക്ക് പോവുകയായിരുന്നു. വളരെ കൃത്യമായി നരേന്ദ്രമോദി ശശി തരൂറിൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഇത് പലരുടെ ഉറക്കം കെടുത്തും എന്നൊക്കെ തട്ടിവിട്ടു. വാസ്തവത്തിൽ ശശി തരൂർ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്, അതുപോലെ തന്നെ വിൻസെന്റ് എന്ന കോൺഗ്രസിൻ്റെ MLA, പ്രത്യേകിച്ചും വിഴിഞ്ഞം എന്നത് കോവളം നിയോജക മണ്ഡലത്തിനകത്ത് പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും പങ്കെടുക്കുന്നു. അതിലെന്ത് രാഷ്ട്രീയമാണ് ഇരിക്കുന്നത് എന്ന മറുചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. എന്നാൽ വലിഞ്ഞു കയറി വരികയും ക്രെഡിറ്റ് അടിക്കുകയും ചെയ്തതിൽ BJP മാത്രമല്ല CPIM പൊതുവെ കിട്ടിയിരിക്കുകയാണ് കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഇടത് സഹയാത്രികനായി നടക്കുന്ന KV തോമസ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വിവരിച്ചിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേഗത കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമവും അതിൻ്റെ തറക്കല്ലിട്ട് വെറുതെ പണി നിർത്തിവെക്കാനുള്ള ശ്രമമല്ല. പ്രവർത്തനം തുടങ്ങുന്നു, തൊഴിലാളികൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ ജോലി തുടങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ താൻ തറക്കല്ല് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താൻ മുൻകൈയെടുക്കൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. വളരെയേറെ കാലം ഈ പദ്ധതിയോട് പിന്തിരിഞ്ഞു നിന്ന ഇടതുപക്ഷ സർക്കാരും ഈ പദ്ധതിയുമായി യാതൊരു പുലബന്ധവും കാത്തുസൂക്ഷി കഴിയാതിരുന്ന BJPയും ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഊറിച്ചിരിക്കാൻ ഒരു വേദിയാവുകയാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ അല്പത്തരം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുകയാണ്. നേരത്തെ ലൂസിഫർ എന്ന സിനിമയിലെ ജതിൻ രാംദാസിൻ്റെ ഡയലോഗ് പറഞ്ഞു തെറ്റിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ എയറിലായതെങ്കിൽ വീണ്ടും അദ്ദേഹം എയറിലായിരിക്കുകയാണ്.